ശബരിമല കാണിക്കയില്ലായിരുന്നുവെങ്കിൽ ഈ നവചോർല യാത്ര തെണ്ടൽ യാത്രയാകുമായിരുന്നു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ശബരിമലയിൽ സേവനത്തിന് വെറും 615 പോലീസുകാരും മന്ത്രിപദം പോയാൽ ഒരു പട്ടിയുടെ വിലയുമില്ലാത്ത ഖജനാവ് കൊള്ളക്കാരുടെ സുരക്ഷയ്ക്ക് 2000-ലധികം പോലീസുകാരും 7 കൊല്ലം കൊണ്ട് കട്ടുമുടിച്ച നവചോർലത്തിൽ ശബരിമല ഭക്തന്മാരുടെ കാണിക്ക വന്നില്ലായിരുന്നുവെങ്കിൽ ഈ മാസം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ നിയമസഭാ സമുച്ചയവും സെക്രട്ടേറിയറ്റ് കോംപ്ലക്സും പണയം വെക്കേണ്ടി വന്നേനെ. അന്തം കമ്മികൾക്ക് എന്ത് ദൈവവിശ്വാസം! അത് കണക്കിലെടുത്തില്ലെങ്കിലും കോടികൾ വരുമാനം വരുന്ന ശബരിമലയിൽ ഭക്തജന തിരക്ക് നിയന്ത്രിക്കുവാൻ യാതൊരു ശാസ്ത്രീയ സംവിധാനവുമില്ല. ഒരു വടം പൊട്ടിയാൽ എല്ലാം തീർന്നു. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവിടെ ഒന്നും സംഭവിക്കാതിരിക്കുന്നത്. വിജയന്റെ തള്ളുവണ്ടി യജ്ഞത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറയുവാനുള്ളത് കേൾക്കുക. എൻ്റെ പേര് ഹരി എന്നാണ്. ഞാൻ എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ആളാണ്. കഴിഞ്ഞ ഈ വൃശ്ചിക മാസത്തിന് 3-ാം തീയതി ശബരിമല പോയ സമയത്തും ഈ ഒരു ഒരുക്കവും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഒരു വ്യത്യാസവും ഇല്ല. ഇത്രയും ഭക്തജനങ്ങൾ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവർ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല. എങ്ങനെയും ശബരിമലയുടെ പരിപാവനത നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ശ്രമം. ഒരു കാലത്ത് സ്ത്രീകളുടെ പ്രവേശനത്തിൻ്റെ പേര് പറഞ്ഞ് ഭക്തരെ അകറ്റി നിർത്തി. അടുത്ത ഇങ്ങനെ വരുമ്പോൾ നിത്യമായുള്ള അവർക്കുള്ള അസൗകര്യങ്ങൾ വന്ന് പല ഭക്തന്മാരും തിരിച്ച് പന്തളത്ത് പോയി അഭിഷേകം ചെയ്തിട്ടാണ്, മൂലവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തിട്ടാണ് തിരിച്ചു പോയത്. ഇങ്ങനെ വരുമ്പോൾ ക്രമേണ ഒരു ഭക്തരും വരാതെയാവും. എങ്ങനെ ശബരിമലയുടെ പരിപാലന നഷ്ടപ്പെടുത്തുക എന്നാണ്. ഒരു മന്ത്രി ദേവസ്വം മന്ത്രിയാണ്. ഇത്രയും വിഷയം ഉണ്ടായിട്ട് അവിടുത്തെ പ്രശ്നം പരിഹരിക്കാതെ പോയി നിൽക്കുന്നത് നവകേരള സദസ്സിൻ്റെ പുറകെയാണ്. അതിനവർക്ക് സമയമുണ്ട്. ലക്ഷങ്ങൾ വന്ന് ഈ തിരക്കിപ്പെട്ട് ഒരു മാളികപ്പുറം മരിക്കുക എല്ലാം ഉണ്ടായി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കഴിയുന്നതും ആൾക്കാർ വരാതിരുന്ന പ്രശ്നം തീരുമെന്നാണ് മന്ത്രി തന്നെ പറയുന്നത്. അവർക്ക് സാധാരണക്കാരുടെ ഒരു വിഷയത്തിൽ ഒരു താല്പര്യമില്ല. അവരിങ്ങനെ 21 പേരും ചേർന്ന് ഒരു ബസ് പിടിച്ചിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള പ്രശ്നം, മുന്നിലുള്ള പ്രശ്നം പരിഹരിക്കാതെ പറന്ന് നടക്കുന്നതെന്ന് പറയുമ്പോഴത്തെ അവസ്ഥയായി കേരളത്തിലെ അവസ്ഥ. ഇതിനെതിരെ ഈ ഭക്തജനങ്ങൾ പ്രതികരിച്ചേ പറ്റുള്ളൂ. നിത്യമുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഈ പ്രശ്നങ്ങൾ വരുമല്ലോ. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഉള്ള ഓരോ ഓഫീസിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിന് പരിഹരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഈ സദസ്സിൽ പോകുന്ന സമയത്തും പറയുന്ന ഇതല്ലേ, നിങ്ങൾ ഓൺലൈൻ ചെയ്താൽ മതി, പഞ്ചായത്തിൽ പോയാൽ മതി എന്നല്ലേ അവർ പറയുന്നത്. അല്ലാതെ പിന്നെ ഇതിലൊരു പ്രത്യേകിച്ച് എന്താണ് ഒരു വ്യത്യാസമില്ല. ഇത് വെറുതെ 21 പേരുടെ കറങ്ങി ഇങ്ങനെ ഒരു പാർട്ടിക്കാരെ സംഘടിപ്പിച്ച് ഓരോ പരിപാടി നടത്തി പാർട്ടിയുടെ ശക്തി തെളിയിക്കാനും അടുത്ത ഇലക്ഷന് അതിനു വേണ്ടിയാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പോയ മാധ്യമ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ മുമ്പ് വെച്ചാണ് മംഗളം മാധ്യമ പ്രവർത്തനം അടിച്ചത്. ഒരു നടപടിയില്ല. അപ്പോഴിങ്ങനെയുള്ള കയ്യൂക്കിൻ്റെ കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു ഇതുമില്ല. ഇത്രയും സമരം കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞാൽ എത്രയും വിവിധ രാഷ്ട്രീയക്കാരെ എല്ലാം അടിച്ചത് കനാലിൽ വരെ തള്ളിയിട്ട് ഒരു കാര്യമില്ല. അവർക്ക് ഇതിനു വേണ്ടിയുള്ള ഈ ഒരു ഗുണ്ടായുസമാണ് കാണിക്കുന്നത്, അല്ല വേറെ ഒന്നുമല്ല. ഇതുപോലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയും പ്രതികരിച്ചാൽ എങ്ങനെയായിരിക്കും പൊതുവേദിയിൽ? എൻ്റെ പേര് നീതു. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ജഗതിയിലാണ് താമസം. പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നറിയാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ്. കൊച്ചു കുട്ടികൾ വരെ മരണപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് ശബരിമലയിലുള്ളത്. ഏത് രീതിയിലാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്ന് ജനങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓരോ ഷിഫ്റ്റിലും, അതായത് 8 മണിക്കൂർ കൂടുന്ന ഓരോ ഷിഫ്റ്റിലും 680ഓളം പോലീസുകാരെ വച്ചിട്ടാണ് 80,000 ജനങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് ശബരിമല പോലുള്ള ഇത്രയും വലിയൊരു തീർത്ഥാടക കേന്ദ്രത്തിൽ പിണറായിയുടെ പോലീസ് സജ്ജമായിരിക്കുന്നത്. ഈ രീതിയിൽ 80,000 ആൾക്കാരെ മാനേജ് ചെയ്യാൻ ഒരു 680ഓളം ആൾക്കാർക്ക് പറ്റുമെന്നുള്ളത് സാധാരണക്കാരായ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു സംശയമായിരിക്കും. പിണറായിയുടെ നവകേരള സദസ്സ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് 2000ഓളം പോലീസുകാരെ അവിടെ നിയമിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിക്കേണ്ടത്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. മുഖ്യമന്ത്രി കസേരയിൽ ഇന്ന് അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയുന്നത് ജനങ്ങൾ ഇത്രയും സൗകര്യം ചെയ്തു കൊടുത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട് മാത്രമല്ല ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടത്, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും
അദ്ദേഹം കുറച്ച് സമയം കണ്ടെത്തണം. ഈ പോലീസ് സേനയെ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്? ജനങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ശബരിമലയിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതിന് പോലീസുകാരുടെ സഹായമല്ലേ അവിടെ കൂടുതലും വേണ്ടി വരുന്നത്. അപ്പോൾ ഈ പോലീസുകാരെ ഉപയോഗിക്കുന്ന സാഹചര്യം ശബരിമല പോലുള്ള സ്ഥലത്താണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്ന ഒരു സാഹചര്യമാണ്. 41 ദിവസം വ്രതമെടുത്ത് മാലയിട്ട് അയ്യപ്പനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ കന്നിമലക്കാരെ നമ്മുടെ ശബരിമലയിലെത്തുമ്പോൾ അതിനുള്ള സൗകര്യം കിട്ടാത്തത് കൊണ്ട് പമ്പയിലെത്തി മാല ഊരി വെച്ച് അവിടെ തന്നെ ബാക്കി കാര്യങ്ങൾ അയ്യപ്പൻ സന്നിധിയിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പമ്പയിൽ ചെയ്തിട്ട് മടങ്ങിപ്പോവേണ്ട അവസ്ഥയാണ് ഇന്ന് നമ്മൾ ശബരിമലയുടെ വിഷയത്തിൽ കാണുന്നത്. വളരെ വിഷമം തോന്നുന്നുണ്ട്. എന്തുമാത്രം ആഗ്രഹിച്ചായിരിക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് അവർ 41 ദിവസം വ്രതമെടുത്ത് അയ്യപ്പനെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. എൻ്റെ പ്രായത്തിലുള്ളവർക്കൊന്നും ശബരിമലയിൽ ഇപ്പോൾ പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. പക്ഷേ എന്നാലും നമ്മളെപ്പോലുള്ളവർ ഒരുപാട് സെൻറ്റിമെൻ്റലായി കാണുന്നൊരു വിഷയമാണ് ശബരിമല എന്ന് പറയുന്നത്. അപ്പോൾ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ അവിടെ പോയി വേണ്ട സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. ഒരുപാട് അസുഖങ്ങൾ ഉള്ള ആൾക്കാരാണ് അവിടെ എത്തുന്നത്. 6-7 മണിക്കൂർ ക്യൂ നിന്ന് അവർക്ക് അസുഖത്തിൻ്റെ പലതരത്തിലുള്ള അസുഖം അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ശ്വാസം മുട്ടുന്നുണ്ട്, അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, BP, ഷുഗർ, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാരാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അവർക്ക് ഈ കണ്ടിന്യൂസ് ഇത്രയും മണിക്കൂറുകളോളം ക്യൂ നിന്ന് അവിടെ എത്തുമ്പോൾ അവർക്ക് വേണ്ട ആഹാരമില്ല, അവർക്ക് വെള്ളമില്ല. അപ്പോൾ ഈ രീതിയിൽ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭരണം എന്തിനാണ് പിണറായി കാഴ്ചവെക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കേരളത്തിനെ മുച്ചൂടും മുടിപ്പിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. എന്തെല്ലാം അഴിമതികളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. AI ക്യാമറ, K-ഫോൺ അഴിമതി, അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളിലും അഴിമതി നിറഞ്ഞ ഭരണമാണ് ഇന്ന് പിണറായി കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു കിറ്റിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി നൽകിയത് ഒരുപാട് അഴിമതി നിറഞ്ഞ ഭരണമാണ്. കിറ്റ് വിശ്വസിച്ച് വോട്ട് ചെയ്ത എല്ലാവർക്കും ഇപ്പോൾ അതിന് മറുപടി ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. എൻ്റെ പേര് ജയൻ എന്നാണ്. ഞാൻ നവകേരള സദസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സർക്കാർ സ്പോൺസർ പരിപാടിയാണ്. അല്ല, സാധാരണക്കാരന് വേണ്ടി ഒരു ഗുണവുമില്ല. ഫയലുകൾ അയക്കുകയാണെങ്കിൽ അത് കോർപ്പറേഷൻ അയക്കേണ്ട ഫയലുകൾ പഞ്ചായത്തുകളിലും, പഞ്ചായത്ത് അയക്കേണ്ട ഫയലുകൾ കോർപ്പറേഷനുണ്ട്. ഇത് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയുള്ള ഇതൊന്നുമില്ല. അതിനുവേണ്ടി ബാക്കിയുള്ളവരെ പ്രായമായവരെ മെനക്കെടുത്താൻ നല്ല വേറെ ഇതൊന്നുമില്ല. പിന്നെ ശബരിമല വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സംവിധാനങ്ങളില്ലാതെ ശബരിമലയിലേക്ക് ഓരോ കാര്യങ്ങൾ മണ്ഡലകാലം തുടങ്ങുന്ന മുമ്പേ പൂർത്തിയാക്കേണ്ട പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ, അടിസ്ഥാന സൗകര്യ വികസനമൊന്നും ചെയ്യാതെ അയ്യപ്പന്മാരെ കയറ്റിവിടുകയും അതിനിടയ്ക്ക് രാഷ്ട്രീയപരമായിട്ട് അവരുടെ മുൻകാലങ്ങളിലുള്ള ചെയ്തികൾ ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ളൊരു ഇതാണ്. അല്ലാത്തതുകൊണ്ട് ഈ നവകേരള സദസ്സിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. അവർക്ക് കുറച്ച് സർക്കാരിൻ്റെ പൈസകൾ ചിലവാക്കി ദൂർത്താക്കാൻ വേണ്ടിയുള്ള സർക്കാർ സ്പോൺസർ പരിപാടി മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നും ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ രാജുവാണ്, വട്ടിയൂർക്കാവിലാണ് ആട്ടോ ഓട്ടിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ നവകേരള യാത്രയുമായിട്ട് നമുക്ക് യാതൊരു ഇതുമില്ല. പ്രത്യേകിച്ച് നല്ലതുമില്ല. അത് കെട്ടത് പറയാൻ നമുക്ക് അവർ പാർട്ടി നടത്തും പോലെയാണ് നടത്തുന്നത്, അല്ല സർക്കാർ നടത്തും പോലെ ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതില്ല. പിന്നെ ശബരിമല കേസ് പറയുകയാണെങ്കിൽ ശബരിമലയിൽ ഹിന്ദുക്കളുടെ പൈസ സർക്കാരിന് വേണം, അതിനുവേണ്ടി അവരെല്ലാം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വഞ്ചിയിൽ വീഴുന്ന പൈസ നോട്ടുകളൊക്കെ ചീത്തയായി. അതുപോലെ ആ കാര്യം അതിൽ കൂടുതൽ അവർക്ക് വരുമാനമുണ്ട്, അത് മതി അവർക്ക്. പിന്നെ ഡിവോട്ടീസിന് ഒന്നും ചെയ്യണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല. ഒന്ന് വിട്ടാൽ മതി, അവരെ ഫ്രീ ആയിട്ട് തൊഴാൻ വിട്ടാൽ മതി, അവരെല്ലാം ചെയ്തോളൂ. ഇവർ വെറുതെ കൊടുക്കണത് ഇപ്പോൾ മറ്റേ അയ്യപ്പ സേവാ സംഘത്തിനെയൊക്കെ നിരോധിച്ചത്
അവരൊക്കെയാണ് നല്ല വെള്ളം നല്ല ആഹാരം ഇത്രയും കാലം കൊടുത്തോണ്ടിരുന്നത്. അയ്യപ്പനെ കാണാൻ തിരക്ക്. ഇവർ എപ്പോൾ പെണ്ണുങ്ങളെ കയറ്റുന്നുണ്ടെങ്കിൽ അന്ന് തൊട്ട് പെണ്ണുങ്ങൾ ഒഴിച്ചുള്ള ആൾക്കാരുടെ കൂട്ടം അവിടെ എപ്പോഴും കൂടുതലാണ്, തിരക്ക് കൂടുതലാണ്. നിയന്ത്രിക്കാനേ പറ്റില്ല. ഇനി ഒരു സുപ്രഭാതത്തിൽ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് ഡിവോട്ടീസിനാണ് വേണ്ടത്, അല്ലാതെ സർക്കാരിനല്ല. അത് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എടുക്കണം. അത് ഇനിയും ഒരു സ്വാതന്ത്ര്യ സമരം നടത്തണം, അപ്പോഴേ ഇത് കിട്ടുള്ളൂ. പിന്നെ ഈ ശബരിമലയിൽ ഞങ്ങൾ 2 വർഷം ഞാൻ പോയി. പക്ഷെ അന്നൊന്നും ഇത്ര വലിയ തിരക്കൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ വർഷം തൊട്ടാണ് ഈ തിരക്കും ഈ ആൾക്കാരുടെ ഈ ബുദ്ധിമുട്ടും പ്രയാസം കാണുമ്പോൾ ഞങ്ങൾക്കും പ്രയാസം. ഒരു ശബരിമലയൊക്കെ പോകുമ്പോഴത്തേന് എന്ത് പറ്റിയോടുകൂടിയാണ് ആൾക്കാർ പോയി വരികയും ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് ഇത് ഞാൻ ഉണ്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത്. അതൊരു കാര്യം നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കോടികൾ ഇപ്പം പൈസകൾ കെട്ടിവയ്ക്കാത്ത കാരണം കൊണ്ട് അവർ അരി ഇറക്കുന്നില്ല എന്നുള്ള പരിപാടികളാണ്. ഇപ്പം ഞങ്ങളെപ്പോലെടുത്ത് 2-3 യൂണിറ്റ് അരി കിട്ടിയാൽ ഞങ്ങൾക്ക് ഒന്നിനും തികയത്തില്ല. അഥവാ തന്നെ കിട്ടിയിരുന്നാലും അത് ഒന്നിനും കൊള്ളാത്ത സാധനമാണ് കിട്ടുന്നത്. നല്ലതാണ് പോകുന്നെങ്കിൽ പോലും ഇല്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സാധാരണപ്പെട്ട പാവത്തുങ്ങൾ ഇത് കണക്ക് കിടന്ന് ദാരിദ്ര്യവും ദുഃഖവും പറഞ്ഞ് നടക്കാമെന്നുള്ള അല്ലാതെ യാതൊരു പ്രയോജനം ഈ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അല്ല, കിറ്റൊന്നും മറ്റൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ വാങ്ങിച്ചിട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ 3-4 മാസം ഞങ്ങൾക്ക് പെൻഷനേ കിട്ടുന്നില്ല. അത് ഞങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റുന്നില്ല. ഞങ്ങൾക്കൊക്കെ 2000-3000 രൂപയാണ് ഞങ്ങൾ മരുന്നിന് വാങ്ങിക്കുന്നത്. കടം വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ മാസം മരുന്ന് വാങ്ങിച്ചത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറ്റും. എനിക്ക് ഒരു ഭർത്താവോ അല്ലെങ്കിൽ ഒരു മോനോ വേല തരാൻ എനിക്കില്ല. മോനുണ്ടായിട്ട് കാര്യമില്ല, അവനെ കൊണ്ട് തരാൻ പറ്റത്തില്ല. ഒരു ഭർത്താവാണെങ്കിൽ ഇല്ല. അപ്പോൾ നമ്മളെ പോലത്തൊക്കെ എങ്ങനെ ജീവിക്കും? ഒരു വീട്ടിൽ ജോലി ചെയ്യാൻ പോയിട്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോഴും വന്ന് കയറിയതോ 2 വീണ്ടും പോകണം ജോലിക്ക്. അങ്ങനെയാണ് ഞങ്ങളെ പോലത്തെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പറയാൻ തന്നെ ഞങ്ങൾക്കുള്ളത്. സദസ്സ് പൂർണ്ണമായിട്ടും അത് ഈ രീതിയിലൊക്കെ പോയാൽ അത് പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്കൂൾ മതിലുകളൊക്കെ ഇടിച്ചിട്ട് അവർ വഴിയുണ്ടാക്കി സ്കൂളിലേക്ക്. കാരണം ഇതാരുടെ പൈസയാണ് പോകുന്നത്? നമ്മളെപ്പോലുള്ള നാട്ടുകാരുടെയും പൈസയിലാണ് തിരിച്ച് കെട്ടുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവർ നവകേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്ര ശരിക്കും പരാജയമാണ്. അതുകൊണ്ട് പിന്നെ ശബരിമലയിൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ശബരിമലയിൽ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അവർ ഒന്ന് പറയും, പോലീസുകാർ വേറെന്ന് പറയും, ദേവസ്വം ബോർഡെന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ പോയാൽ ശബരിമലയിലും ആകെ ഭയങ്കര ബുദ്ധിമുട്ടും പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ യാത്ര നടത്തുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള പൈസയിലാണ് കൂടുതലും ചിലവാകുന്നത്. കാരണം പെൻഷൻ കൊടുക്കാൻ ഇവിടെ ഇല്ല. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 18 ഗഡുക്കൾ കുടിച്ചു കിടക്കുന്നു. അതിന് കോടതിയിൽ സഹിതം പോയതാണ്. അതിന് ഒരു തീർപ്പുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പെൻഷൻ കൊടുക്കാൻ പോലും ഇപ്പം പൈസ ഇല്ലെന്നാണ് അവർ പറയുന്നത്. നമ്മൾ അയ്യപ്പൻ കോയിൽ പോകണമെന്ന് തന്നെ നമ്മൾക്കുള്ള ഇത് ഒന്നുമില്ല, കഷ്ടപ്പാടാണ്. അങ്ങനെ പോയിട്ട് നമ്മൾക്ക് ഒന്നും ഇതില്ല. നമുക്ക് ഇവിടെ ഒരു ആനുകൂല്യം, നമ്മൾ ജോലിക്ക് പോയാണ് ജീവിക്കുന്നത്, വേറെ ഇത് ഒന്നും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ മന്ത്രിമാരെയും നമുക്ക് മന്ത്രിമാർ ഇപ്പോൾ ഉള്ള മന്ത്രിമാർ കണ്ടാണ് ഓരോരുത്തർ ഒന്നും ചെയ്യുന്നത്. മന്ത്രിമാരില്ല, അതിൻ്റെ ഉള്ള PA ഉള്ള ആൾക്കാർ വോട്ടിന് പോകുന്നില്ല. നമ്മ കണ്ട നാട്ടിലിരുന്നാണ് കൊണ്ടുവന്നത്. അത് ഒരു പിറ്റ് കൂടെ വാങ്ങാൻ കൂടെ ആളുകൾ നിൽക്കില്ല. അങ്ങനത്തെ സൗകര്യം ഇതുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.